നമസ്കാരം, ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. അല്പം വേദനയോടുകൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ അമ്മ, പൊൻ അമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. പൊൻ അമ്മ ഞങ്ങൾ ചിലപ്പം പൊന്നൂസെന്നൊക്കെ വിളിക്കും. അന്നേരം അവരൊരു ചിരി കൊണ്ട് കാണാം, എന്ത് ഭംഗിയാണ് അത്. അവർക്കറിയാം പൊന്നൂസേ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് പോയേക്കാം എന്നൊക്കെ പറയും. അത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ എത്ര പേരെന്നറിയാം കൊതിക്കുന്നത്. ആ അമ്മ നമ്മളെ വിട്ടു പോയപ്പോൾ മനസ്സിലെന്തോ ഒരു വല്ലാത്തൊരു വിഷമം. അമ്മ ഇപ്പോഴും നമ്മുടെ ഉണ്ടെന്നൊരു തോന്നലുണ്ട്. എൻ്റെ ചില പടങ്ങളിലേ അമ്മയുള്ളൂ, എങ്കിലും അമ്മയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആകുന്നതിന് മുമ്പ് തന്നെ TH കോടമ്പുഴയുടെ കൂടെ ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമായിരുന്നു. ഉസ്മാൻ റോഡിലാണ് അമ്മയുടെ വീട്. അന്ന് ഹസ്ബൻഡുണ്ട് മണിസ്വാമി, പിന്നെ മോള് ബിന്ദു, സുന്ദരിക്കുട്ടി, കൊച്ചു മോള് ബിന്ദു. ആ മോൾ ഇന്നിപ്പോൾ അമേരിക്കയിലാണ്, ഭർത്താവിനോടൊപ്പം അവിടെ ജോലി ചെയ്യുന്നു. ഭർത്താവിനോട് വലിയ ജോലിയാണ്, ഒരു കോളേജിൽ പ്രൊഫസറോ മറ്റോ ആണെന്ന് തോന്നുന്നത്. അവർ 2 മക്കൾ, ഒരു മോള് ഒരു മോന്. ഇതൊക്കെ ചേച്ചി പറഞ്ഞുള്ള അറിവാണ്. നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ അമ്മ പറയും, പണ്ട് 5ാമത്തെ വയസ്സിലോട്ട് അമ്മയ്ക്ക് പാട്ട് പാടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അച്ഛനൊരു സംഗീത പ്രേമിയാകട്ടോ. അമ്മ തികച്ചൊരു വീട്ടമ്മ, ഒരു പാവം. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മക്കളെ നോക്കി, ഭർത്താവിനെ നോക്കി, കുടുംബം നോക്കി, അത്ര സാത്വികമായ ഒരമ്മ. പിന്നെ കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്നെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ട്, പൊന്നോ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ താമസിച്ചത് ശരിക്കും പൊൻകുന്നത്താണ്. പൊൻകുന്നത്തൊരു 6.5 ഏക്കർ പുരയിടം, വിശാലമായ പറമ്പ്, ഒരു പഴയ കാലത്തൊരു കെട്ടിടം, വേലി പോലും ഇല്ല, ചുറ്റിലും കാടെന്നൊക്കെ അമ്മ പറയുന്നത്. ചിലപ്പോൾ ആളുകൾ ചേര കഴിഞ്ഞ് പോകും. അമ്മ പറയും ചേര കഴിഞ്ഞ് പോയി ഞങ്ങൾ നോക്കി നിൽക്കും. അതങ്ങനെ അതിന് പോയ ശേഷം അമ്മ അങ്ങോട്ട് നീങ്ങും. കാരണം വെച്ചാൽ അമ്മ പറയുന്നത് ഏറെക്കുറെ ശരിയാണ്. കാരണം ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് അമ്മയുടെ പ്രവൃത്തി. ഒരു ഉറുമ്പിനെ പോലും നോവിക്കുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല. അങ്ങനെയാണ് ഈ അമ്മ. നല്ല സിനിമകൾ ചെയ്യുമ്പോൾ ചില ഒരു സിനിമയിൽ, ത്രിവേണി എന്നൊരു സിനിമയിൽ അമ്മയുടെ ഒരു വേഷം കാണണം. അതിൽ സത്യമാഷ് നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്. അതിൽ ഇവർ കയർ തൊഴിലാളിയാണ്. ആ കയർ തൊഴിലാളി അതിൽ കിടാമംഗല അലിയാണ് എൻ്റെ കങ്കാണി, അതായത് നടത്തിപ്പുകാരൻ. ഇവർ ജോലി കൊണ്ടിരിക്കുമ്പോൾ പോയിട്ട് ഈ കങ്കാണി പറയും, ഒരാളെ വിളിക്കുന്നു, ഇവരാകെ പരിഭ്രമിച്ചു, അയ്യോ ചെല്ലും, ഭയവിഹ്വലതയോടെ അടുത്ത് നിൽക്കും. സത്യം ഭാഷ കണ്ട ഒരു 80 വയസ്സ് വായിക്കുന്ന ഒരു ഘനഗംഭീരമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്താ ചോദിക്കും. അപ്പം ഈ അമ്മ പറയും, മലയാളി അല്പം താമസിച്ചു പോയി, വിഷമിക്കണം. അതിനല്ല വിളിപ്പിച്ചത്, ഒരു കാര്യം പറയാനാണ്. അതെ, എൻ്റെ ഭാര്യ മരിച്ചിട്ട് കുറേ വർഷങ്ങളായി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഒരു ആഗ്രഹം സാധിച്ചു തരണം. അവർ ഷോക്കായിപ്പോയി. മുതലാളി, കാര്യം പറയട്ടെ. എൻ്റെ ഈ സ്വത്തുക്കൾ നോക്കാൻ, എൻ്റെ മരണശേഷം നോക്കാൻ ഒരു അവകാശമില്ല. അതുകൊണ്ട് ഞാൻ നിന്നോടൊരാഗ്രഹം തുറന്നു പറയുകയാണ്. നിന്നെ എനിക്ക് വിവാഹം കഴിക്കണം, കഴിച്ചാൽ കൊള്ളാം. ഇവർ ഷോക്കായി പോകും. എന്നിട്ട് അവർക്ക് ഒരു സന്തോഷം വരും. കാരണം ഇവരൊരു തൊഴിലാളിയല്ലേ. അപ്പോൾ ഇത്രയും വലിയ മുതലാളി, ഒരു പണക്കാരൻ, അവർ വിവാഹം കഴിക്കുന്നു. ഇപ്പോൾ അവർ നിലവിൽ ഭർത്താവില്ല, അവരുടെ മകൾ ശാരദയാണ്. അപ്പോൾ അവർ ഒന്ന് ആലോചിച്ചിട്ട്, അല്ല മുതലാളിക്ക് അങ്ങനെ ഒരു ആഗ്രഹമാണെങ്കിൽ പിന്നെ എനിക്ക് എതിര് പറയാനൊന്നും ഇല്ല എന്നവർ പറയും.
എങ്കിലും ഒരാൾ പറയും തികച്ചും നീ ആലോചിച്ച ശേഷം തീരുമാനിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇവർ സമ്മതിച്ചു. അപ്പം ഒരാളുടെ സ്വഭാവം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് വേഗം പൊയ്ക്കോ, ഇതൊക്കെ നിൻ്റെ വീട്ടിൽ വരുമ്പം ഞാൻ കാര്യമായിട്ട് പറയാം. അപ്പോൾ സത്യഭാഷ അതുവരെയുള്ള ഗൗരവം പിന്നീട് ഇതൊക്കെയാണെങ്കിൽ നീ വീട്ടിൽ വാ, അപ്പം നമുക്ക് വിശേഷമായിട്ട് കാര്യങ്ങൾ പറയാം എന്ന് പറയുന്നതും ചേച്ചിയുടെ നാണത്തിൽ കുതിർന്ന ഒരു ചിരിയൊക്കെ ഉണ്ടല്ലോ, നല്ല രസമാണ് ആ സീൻ. എത്ര കണ്ടാലും എടുക്കില്ല. ആ പടത്തിൻ്റെ പേരാണ് ത്രിവേണി. രസമായ പടമാണ്. അപ്പോൾ ഇത് പറയാൻ കഴിഞ്ഞ ഇതിനകത്ത് ഇപ്പം വില്ലനിസമുള്ള രീതിയിലാണ് അവർ അഭിനയിച്ചിരിക്കുന്നത് കാണാനാണ് കണ്ടതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ട് കിടാമംഗലം അല്ലെങ്കിൽ കങ്കാണി ചോദിക്കും, സൂപ്പർവൈസർ ചോദിക്കും എന്താ, പിന്നെ അവരുടെ പാപം മാറും, കെട്ടും മട്ടും മാറും. ആ കങ്കാണിയെടുത്തൊരു ദേഷ്യത്തിലുള്ള സംസാരവും ആ കയ്യിലേക്ക് ഉടഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോക്കുണ്ട്, ഭയങ്കര രസമായിരിക്കും. പിന്നെ വീട്ടിൽ വന്നിട്ട് ഒരു ഉടഞ്ഞ ഗ്ലാസ്സൊക്കെ മുമ്പിൽ പഴയ കാലത്ത് ഈ പാവപ്പെട്ട വീട്ടിൽ ചില്ല് പൊട്ടിയ ഗ്ലാസ്സൊക്കെയാണ് കണ്ണാടി അതൊരു നോക്കി കണ്ണൊക്കെ എഴുതി നമുക്ക് പൗഡറൊക്കെ വാരി തേച്ച് ഒരു പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ശാരദ വെച്ചു, എന്താ അമ്മ പെണ്ണ് കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ, എന്താ കുഴപ്പം, ഞാൻ ഒരുങ്ങി ഇറങ്ങിയാൽ നിന്നെക്കാളും ഞാൻ ചെറുപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചേച്ചിയുടെ രണ്ട് ഭാവം അവിടെ കാണാം. അസാധുവായിട്ടുള്ള സ്ത്രീയും പെട്ടെന്നൊരു മുതലാളിച്ചിയായിട്ടുള്ളൊരു പവറും ചെറിയ വില്ലരസനുള്ള വേഷവും രസമായിരുന്നു. പക്ഷേ ഇത്തരം വേഷങ്ങൾ പൊന്നമ്മ ചേച്ചിന്ന് കാണാൻ ആളുകൾക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യണം, അല്പ വില്ലനസവും പിന്നെ കുശുമ്പ് കുന്നായ്മ എന്നൊക്കെ ചെയ്യണമെന്ന് ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ TH കോടമ്പഴയും കൂടെ പോകുമെന്ന് പറഞ്ഞല്ലോ ഉസ്മാൻ റോഡിൽ. അമ്മ പറയും എനിക്ക്, പക്ഷേ ആരും അനുവദിക്കുന്നില്ല. ശശികുമാർ സാറാണെങ്കിൽ ഒട്ടും സമ്മതിക്കില്ല, ഇവരുടെ ഡയറക്ടർമാർ സമ്മതിക്കുന്നില്ല. നിങ്ങൾ വെറുതെ നിങ്ങൾ ചിരിച്ചാൽ മതി, കരഞ്ഞാൽ മതി, ജനങ്ങൾ ചിരിക്കും, ജനങ്ങൾ കരയും. പിന്നീട് പല പ്രാവശ്യം നിർമ്മാതാക്കൾ പറയും, എന്തിന് ഈ അമ്മ കൊണ്ട് വേറെ വേഷങ്ങൾ ചെയ്യിക്കണം, എന്തിനാണ് പൊന്നമ്മ ചേച്ചി മറ്റ് വേഷങ്ങളും ആഗ്രഹിക്കുന്നത്? അവർക്കെന്ന് വെച്ചാൽ ഈ ഒരു അഭിനേതാവിന് പല പല വേഷങ്ങൾ ചെയ്യുന്നതല്ലേ ഇഷ്ടം. ഒരു മീറ്ററിൽ ഇപ്പോൾ തന്നെ പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ ഡയറക്ടർമാരും പറയും പൊന്നമ്മ ഞങ്ങളുടെ പൊന്നമ്മയാണ്, ജനങ്ങളുടെ പൊന്നമ്മയാണ്. അതുകൊണ്ട് ഇപ്പം കണ്ടില്ലേ ഇപ്പോൾ ത്രിവേണിയിൽ നിങ്ങളുടെ ആഗ്രഹത്തിൽ അഭിനയിച്ചല്ലോ, അതുപോലെ ഇനി വേണ്ട, ഇങ്ങനെ മതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് ഞാൻ ഈ ചോറ്റാനിക്കരമ്മ എന്ന പടം പണ്ട് ക്രോസ് പട്ടുമണി സാറിൻ്റെ 3ാമത്തെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അമ്മ ആ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു വലിയ വാതിലുണ്ട്. ആ വാതിലിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഭക്തിയായിട്ട് എന്തോ അശരണയായിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അപ്പം അന്ന് ഇത് പറയാൻ കാരണം അന്ന് ഈ ഇപ്പോഴത്തെ മാതിരിയുള്ള സജ്ജീകരണങ്ങൾ അന്ന് ക്യാമറയില്ല. അന്ന് ഈ എയറിഫ്ലക്സ് ക്യാമറയും മിച്ചൽ ക്യാമറയും ഉള്ളത്. മിച്ചൽ ക്യാമറ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ എയറിഫ്ലക്സ് പോലെ സൂം ബാക്ക് ചെയ്ത് ഷോട്ട് പുറകോട്ട് വലുതാക്കാനോ അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകാനോ എയറിഫ്ലക്സിന് പറ്റും. മിച്ചൽ ക്യാമറയിൽ അങ്ങനെയല്ല. മിച്ചൽ ക്യാമറ നമ്മുടെ കണ്ണിൻ്റെ ക്ലോസപ്പ് എടുക്കണമെങ്കിൽ 75 അല്ലെങ്കിൽ 100 ലെൻസ്, അത് കഴിഞ്ഞാൽ പിന്നെ അത്രയോട് വൈഡാവാനായിട്ട് 50 ലെൻസ്, പിന്നെ കുറച്ചുകൂടെ സീൻ വലുതാവാനായിട്ട് 32 32 ലെൻസ്, ഇങ്ങനെ 40 ലെൻസ് 32 ലെൻസ്, പിന്നെ വിശാലമായ 25 ലെൻസ്, ഇങ്ങനെയൊക്കെ ഇത് എടുക്കുന്നത്. കാരണം ഇത് പറയാൻ കാരണം ക്ലാരിറ്റി കൂടുതലും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടൈറ്റ് എടുത്തിട്ട് മെല്ലെ ഞങ്ങൾ എന്ത് വെച്ചാൽ നിങ്ങളുടെ ഏണി പോലെ സാധനം കണ്ടിട്ടുണ്ടല്ലോ, ട്രോളി എന്ന് പറയും, അതിൽ ഈ മിച്ചർ ക്യാമറ ഘടിപ്പിച്ചിട്ട് ഈ ടൈറ്റ് ക്ലോസ് എടുത്തിട്ട് മെല്ലെ ക്യാമറ പുറകോട്ട് ട്രോളി ഇങ്ങനെ പോകുമ്പോൾ ദൃശ്യം വലുതാവും. അപ്പോഴെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കിത് ഒരു അബദ്ധം പറ്റിയത് പറയാനാണ്. ഇപ്പോൾ ടൈറ്റ് ക്ലോസ് അമ്മയുടെ മുഖത്തൂടെ കൊണ്ട് ക്യാമറ വെച്ചിരിക്കുക. എനിക്ക് ക്ലാപ്പ് അടിക്കാൻ സ്ഥലമില്ല. ക്ലാപ്പ് അടിക്കണമെന്ന് പറഞ്ഞാൽ ആ ടൈറ്റ് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും കണ്ണിൻ്റെ ആ ഭാഗത്ത് ക്ലാപ്പിൻ്റെ വെച്ചിട്ട് ഈ നമ്പർ കാണണം. 68 സീൻ 7ാമത്തെ ഷോട്ട് 3ാമത്തെ ടേക്ക് എന്നാൽ 1ാമത്തെ ടേക്ക് ചെയ്തിട്ട് 68/1 ടേക്ക് 1 എന്നൊക്കെ അല്ല, അല്ലെങ്കിൽ 21/1 ടേക്ക് 1 21 വെച്ചാൽ സീൻ നമ്പർ /1 വെച്ചാൽ ഷോട്ട്, ടേക്ക് എന്ന് വെച്ചാൽ ഒരു 1, അത് 1 2 3 ആകുമ്പോൾ ടേക്ക് 2 3 ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യ ക്ലാപ്പ് ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്പർ കാണിക്കണം, അപ്പോഴേ ക്യാമറ വരുള്ളൂ. ഈ ക്യാമറയിൽ വന്നിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ സൗണ്ടും പിക്ചറുടെ സിങ്ക് ആവാനായിട്ട് ക്ലാപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചില്ലേ ഇങ്ങനെ അടിക്കണം. ഇങ്ങനെ അടിക്കുമ്പോഴാണ് നമ്മൾ
കാർഡിയോളജിസ്റ്റൊക്കെ കിരികിരിക്കാതെ ശബ്ദം പോകുന്നതാണല്ലേ, ഈ ശബ്ദം ഫിലിമിൽ പതിയും. ഇത് വെച്ചിട്ടാണ് എഡിറ്റർ കട്ട് ചെയ്യുന്നത്, ആ സൗണ്ട് കറക്റ്റായിട്ട് സൗണ്ട് പിക്ചർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യാമറ ദൂരെ നിൽക്കണമെങ്കിൽ നമ്മൾ അടിച്ചിട്ട് പോകാം. ഇതങ്ങനല്ല, ഇത് അടിച്ച് ഈ അടുത്ത് വെച്ചിട്ട് ഈ നമ്പർ കാണിച്ചുകൊണ്ട് അടിച്ചിട്ട് ക്ലാപ്പ് എന്ന് ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാപ്പ് അല്പം ഇറക്കി ഈ സൗണ്ട് അടിക്കണം. ഇത് എന്ത് പറ്റിച്ചാലും ഞാൻ വിഷമിച്ചു. ഇത് അമ്മയുടെ അടുത്ത് ഇങ്ങനെ ക്യാമറ ഇരിക്കുക, ഞാൻ എവിടെ ക്ലാപ്പ് വയ്ക്കും, എങ്ങനെ അടിക്കും? അപ്പോഴേതായാലും അമ്മ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ അമ്മ തന്നെ ക്ലാപ്പ് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് അപ്പോൾ പറഞ്ഞു സൗണ്ട് വിളിച്ചു, സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു, സൗണ്ട് പറഞ്ഞു, സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ അറിയാമല്ലോ, കുറച്ച് ടെക്നിക്കലി ഞാൻ ഇവിടെ പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല. ഈ ക്ലാപ്പ് ഇറക്കി അടിച്ചതും അമ്മ യോ എന്നൊരു വിളി, ഷോ കട്ട്, ഡയറക്റ്റ് കട്ട് പറഞ്ഞു. സംഭവിച്ചാൽ അമ്മ ആദ്യം കൈ വെച്ചത് താഴെയായിരുന്നു. പക്ഷേ ഞാൻ ക്ലാപ്പ് അടിക്കുമ്പോൾ അമ്മ ഇത് കൂടുതൽ സമയം എടുക്കാതിരിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ മുകളിൽ തൊഴാനായിട്ട് കൈ ഇവിടം വരെ കൊണ്ടുവന്നു. ഈ കൈ ഇവിടം വരെ കൊണ്ടുവന്നത് ഞാൻ കണ്ടില്ല, അടിച്ചതും അമ്മയുടെ കയ്യിൽ. അപ്പോൾ ഞാനാകെ വരണ്ടു. കാരണം അന്ന് ഈസ്റ്റ്മാൻ ഫിലിമാണ്, ഫിലിമിൻ്റെ വില ഉടനെ അമ്മ പറഞ്ഞു, പൊന്നു ചേച്ചി പറഞ്ഞു, മണിസാറാണ് ഡയറക്ടർ, മണിസാറിൻ്റെ പ്രൊഡ്യൂസറും. എന്നെ ആരും വഴക്ക് പറയുന്ന മുമ്പായിട്ട് പൊന്നോച്ചി ഇടപെട്ടു. ഡയറക്ടർ സാർ ഇതെൻ്റെ കുഴപ്പമാണ്, കാരണം സാഹചര്യം അടിക്കാൻ നേരത്ത് ഞാൻ കൈ താഴെ വെച്ചിരിക്കുകയായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, തെറ്റെൻ്റെ ഭാഗത്താണ് എന്ന് പറഞ്ഞ്. അങ്ങനെ അതായത് ആ അമ്മയുടെ സ്നേഹം, ഒരു അസിസ്റ്റൻ്റ് മൂന്നാമത്തെ അസിസ്റ്റൻ്റായിട്ട് പോലും ഡയറക്ടറുടെ കയ്യിൽ നിന്ന് എനിക്ക് ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടി അമ്മ ഇടപെട്ടതിലാണ് ഞാൻ ഇങ്ങനെ പരത്തി പറയുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ എത്ര സംഭവമുണ്ട്. അപ്പോൾ അമ്മയുടെ സ്വഭാവം പോലെ തന്നെ സീനും കാര്യങ്ങളും എല്ലാം അങ്ങനെയാണ്. അതല്ലേ നമ്മൾ കാണുന്നത് തനിയാവർത്തനത്തിൽ ഒരമ്മ സ്വന്തം മകന് വിഷം കലർത്തി ആഹാരം കൊടുക്കുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ കിരീടത്തിൽ സേതുമാധവനുള്ള ആ അമ്മയുള്ള സ്നേഹം, പിന്നെ നക്ഷത്രങ്ങളുടെ സീൻ, എത്ര സീനുകളിലാണ്, ഏതെല്ലാം വേഷങ്ങളിലാണ്. പൊന്നമ്മ ചേച്ചി ഉണ്ടെങ്കിൽ ആ പടത്തിൽ ആ അമ്മ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അമ്മയായിട്ട് മാറും. പിന്നെ അവരുടെ അല്പം നമ്മൾ ജനനവും ചരിത്രമൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അവർ കവിയൂരാണ് ജനിച്ചു വളർന്നതെങ്കിൽ 5ാം ക്ലാസ്സിൽ അവർ അച്ഛൻ സംഗീത പ്രേമിയായതുകൊണ്ട് കച്ചേരിയെല്ലാം കേൾക്കാൻ കയറിയിട്ട് കൊണ്ടുപോകും. അപ്പോഴൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം. അന്ന് അഭിനയത്തിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നുമില്ല. കേൾക്കുമ്പോഴത്തേക്ക് അമ്മ അച്ഛനോട് പറയും, എനിക്ക് ഈ പാട്ട് പഠിക്കണം. അങ്ങനെ 12ാമത്തെ വയസ്സ് വരെ അച്ഛൻ ചേച്ചിയെ സംഗീതം പഠിപ്പിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം സ്കൂളിൽ നിന്നിട്ട് ഒരു അവിടുത്തെ അധ്യാപികയെടുത്ത് ഈ കുട്ടിയുടെ അഡ്രസ്സ് വെച്ചിട്ട് 3 പേര് ഒരു വീട്ടിൽ ചെല്ലുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ നാടകത്തിൽ പാട്ട് പാടാൻ ഒരു കുട്ടി വേണം. അന്നേ ചേച്ചി പാടും. അപ്പോൾ അച്ഛന് സന്തോഷമായി, അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമില്ല. കാരണം നാടകത്തിലൊക്കെ വിടുന്നതിൽ ആ കാലം കൊണ്ടല്ലേ. ചെന്നതാരൊക്കെയാണ്? KPSCയിലെ തോപ്പിൽ ഫാസി, അന്നത്തെ നാടകങ്ങളുടെ ശങ്കരാടി ചേട്ടൻ, പിന്നെ വേറെ ദേവരാജ മാസ്റ്റർ, മ്യൂസിക് ഡയറക്ടർ, ഇവർ 3 പേരോട് ചെന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷേ കൊണ്ടുപോകാൻ നേരത്ത് അമ്മ പറഞ്ഞ് പറ്റില്ല. അമ്മ പറഞ്ഞ് ഞാൻ കെട്ടിച്ചടിച്ചാവും, എന്ത് ചെയ്യും? അവസാനം ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചേച്ചിയെ നേരെ നാടകസമിതിയിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുചെന്ന് പാട്ട് പാടും. മാത്രമല്ല, ഒരു 15 ദിവസം റിഹേഴ്സൽ കഴിഞ്ഞിട്ടും നായിക നടി വന്നില്ല. അപ്പോൾ പിന്നെ ആ വേഷം ഇടാൻ ചേച്ചി നിർബന്ധിതമായി എന്നാണ് പറയുന്നത്. എങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് പാട്ട് പാടാനായിരുന്നു. അങ്ങനെ നാടക നടിയായി. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അവരുടെ സംഗീത ഗുരുവായ LPR വർമ്മ, LPR വർമ്മ അറിയാമല്ലോ, പഴയ നല്ല മ്യൂസിക് ഡയറക്ടറാണ് LPR വർമ്മ. ഒരു രാജകുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹമാണ് അമ്മയെ സംഗീതം പഠിപ്പിച്ചത്. ആ അമ്മയുടെ LPR വർമ്മയുടെ നിർബന്ധത്താൽ സിനിമയിൽ അഭിനയിക്കാൻ പോയ കഥയൊക്കെ നമുക്കറിയാമല്ലോ. അതിനുശേഷം 15 വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങി. പിന്നീട് അതിലാദ്യം അഭിനയിക്കുന്നത് സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായിട്ടാണ് പൊന്നമ്മ അഭിനയിക്കുന്നത്. ആലോചിച്ച് നോക്കണം, അവർക്ക് സന്തോഷമുള്ളതിൽ ആരുടെ അമ്മയായിട്ട് അഭിനയിക്കാനും അവർക്ക് സന്തോഷമുള്ള ഏത് വേഷപ്പകർച്ച, അങ്ങനെയുള്ള പ്രത്യേക രീതിയിലുള്ള. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ ചെറുപ്രായത്തിൽ അമ്മ വേഷം അഭിനയിക്കുമോ? അത് സത്യമാഷും മധുസാറൊക്കെ എത്ര പ്രായത്തിൽ കൂടുതലാണ്. ആ കാലത്തെ പ്രേരണസീൻ്റെ സ്ഥിരം അമ്മ കവിർ പൊന്നമ്മയല്ലേ. പിന്നെ എത്ര ആൾക്കാരുടെ അമ്മമാരായി ഇല്ലേ? മധുസാറിൻ്റെയും സത്യമാഷയുടെയും മാത്രമല്ല, പിൽക്കാലത്തുള്ള ഞാൻ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് സോമേട്ടൻ്റെ, സുകുമാരൻ്റെ, പിന്നെ സുധീറിൻ്റെ, രാഘവൻ്റെ, എത്ര പേരുടെ അമ്മയായി ഇല്ലേ? അപ്പോൾ നമുക്ക് പിന്നീട് മുത്തശ്ശിയായി.
എല്ലാത്തിനും ആ അമ്മ. അവസാന കാലമായപ്പോൾ അവർക്ക് സിനിമയെല്ലാം മടുത്തു. പിന്നെ പെരിയാറിൻ്റെ തീരത്ത് ശ്രീപീഠം എന്നൊരു വീടൊക്കെ വെച്ച് അവർ താമസമായി അന്ന്. അപ്പം കാരണം അതിന് മുമ്പ് ഇവർ വന്ന് കാരണം വെച്ചാൽ ഒരു കാം ആൻഡ് ക്വയറ്റ്, ഒരു സന്തോഷമായിട്ട് ജീവിക്കണം. പിന്നെ മകൾ വിദേശത്താണ്, ബിന്ദു അമേരിക്കയിലാണല്ലോ. പിന്നെ ഇവരുടെ അനിയത്തി കവിയൂർ രേണുക എന്നോട് അഭിനയിച്ചിട്ടുണ്ട് സീരിയലിൽ മൗനമേഘങ്ങളിൽ. അവരുടെ മകൾ തുണയ്ക്കുണ്ടാവും, എല്ലാത്തിനും കൂടെ ഉണ്ട്. പിന്നെ അമ്മ ഒരു ഭയങ്കര കൃഷ്ണഭക്തയാണ്. അതായത് എന്തിനും ഞാൻ ഉസ്മാൻ റോഡിൽ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പോലും ഒരു അമ്പലത്തിൽ കയറുന്നവരാണ്. എപ്പോഴും ശ്രീകൃഷ്ണൻ്റെയും വിഗ്രഹങ്ങളെ വെച്ചിട്ടും ഒരു ചെറിയ മുറിയിൽ കമ്പിളിട്ട് നമ്മൾ അമ്പലത്തിൽ കയറുന്ന പ്രതീതിയാണ്. നല്ല മണമാണ്. പിന്നെ ഈ പി എൻ മേനോൻ സംവിധാനം ചെയ്ത് മണിസ്വാമി പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടമാണ് റോസി. അതിൽ പ്രധാന വേഷം തീരുന്നത് പൊന്നമ്മ ചേച്ചിയായിരുന്നു. അങ്ങനെ മണിസ്വാമി ഒരു ബ്രാഹ്മണ സമുദായത്തിലുള്ള ആളാണ്. മണിസ്വാമിയുടെ നിർബന്ധം പൊന്നമ്മ ചേച്ചി പോകാൻ കഴിക്കണമെന്നായിരുന്നു. പക്ഷേ പൊന്നമ്മ ചേച്ചിനെ പറഞ്ഞറിയാണ് പ്രണയം ഉണ്ടായിരുന്നു. നാടക സമിതിയിൽ സുമുഖനായ നല്ലൊരു യുവാവ് പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രണയം വിവാഹത്തോടെ എത്തിയപ്പോഴാണ് പിന്നെ പ്രശ്നം. അദ്ദേഹം വേറെ സമുദായക്കാരനാണ്. നമ്മളെ ജെ.സി. സാറാണ് ഈ പറയുന്നത്. ജെ.സി. സാർ നാടകത്തിൽ സുന്ദരനാണല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ മമ്മൂട്ടി പോലൊക്കെ ഇരിക്കില്ലേ രാപ്പറിൻ്റെ പൊക്കമൊക്കെ. അപ്പോൾ അങ്ങനെ വിവാഹത്തോടെ എത്തിയപ്പോൾ ജെ.സി. സാറിന് ആഗ്രഹം. കാരണം ജെ.സി. സാറിൻ്റെ കുടുംബം ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പോൾ പൊന്നമ്മ എന്നുള്ളൊരു അല്പം ക്രിസ്തീയമായിട്ട് തിരികെ ഉണ്ടല്ലോ, മാമോദീസൊക്കെ മുക്കി ഒരു ക്രിസ്തീയ ആക്കണമെന്ന് സാറൊരു നിർദ്ദേശം വെച്ചു. അപ്പോൾ പൊന്നമ്മ ചേച്ചി പറഞ്ഞ് പറ്റില്ല. കാരണം നമ്മൾ തമ്മിൽ സ്നേഹം എന്ന് പറയുന്നത് ഒരു പവിത്രമായ സ്നേഹമാണ്. അത് ജാതി മതം അതിലതീതമാണ്. പിന്നെ ഞാനൊരു ഈ ഇപ്പോൾ ഉള്ള ഒരു സമുദായത്തിൽ നിന്ന് വിട്ട് വേറൊരു പേരും ജാതി സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ താഴെയുള്ള അനുജത്തിമാരുടെ ഭാവി എന്താവും? അപ്പം അതുകൊണ്ട് ഏതായാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ നിൽക്കട്ടെ, അത് വേണ്ട എന്ന് പറഞ്ഞ് മാറുകയായിരുന്നു. ജെ.സി. സാറിന് ഭയങ്കര വിഷമമായിരുന്നു. ഒടുവിൽ സാർ അത് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് ചേച്ചി എന്ന് പറഞ്ഞത് വേണ്ട. പിന്നീട് നമ്മുടെ ശങ്കരാടി സാറിന് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അത് ചേച്ചി പറഞ്ഞ അറിവാണ്. ശങ്കരാടി ഇപ്പോഴത്തെ ശങ്കരാടിയല്ല, പണ്ടത്തെ ചേച്ചി സാറ്. പക്ഷെ അതൊക്കെ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് മണിസ്വാമിയായിട്ട് ഈ റോസി അദ്ദേഹത്തിന് വിവാഹം കഴിക്കണമെന്ന് ആലോചിച്ചു. അത് എല്ലാവരുടെയും അനുമതിയോടെ തന്നെ നല്ല രീതിയിൽ തന്നെ വിവാഹം കഴിഞ്ഞു. പക്ഷേ മണിസ്വാമിക്ക് ഒരു ചെറിയ പ്രകൃതം, അദ്ദേഹം നല്ല വായനാശീലമുള്ള പണ്ഡിതനാണ്. കൂടുതലൊന്നും സംസാരിക്കില്ല. അദ്ദേഹം നമ്മൾ വീട്ടിൽ പോയാലും കുറച്ചൊക്കെ സംസാരിക്കണം. നല്ല വായനാശീലമുള്ള പണ്ഡിതനായിരുന്നു. മകളൊക്കെ ജനിച്ച് കുറേ നാളിന് ശേഷം മണിസ്വാമി ചില ചിട്ടവട്ടങ്ങളും ചില നിഷ്കർഷകളും ഇന്ന സിനിമകൾ അഭിനയിക്കേണ്ട, അത് ചെയ്താൽ മതി, ഇന്ന ഡയറക്ടറുടെ പോണ്ട എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പം അല്പം വീട്ടിൽ അല്പം വിഷമങ്ങൾ ഉടലിട്ടു, ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങി. ഏതായാലും അവർ ഡൈവോഴ്സ് ചെയ്യാതെ തന്നെ പിരിഞ്ഞു. ഏതാണ്ട് 30 വർഷക്കാലം അവർ പിരിഞ്ഞു താമസിച്ചു. അങ്ങനെ എങ്കിലും മനസ്സിൽ മണിസ്വാമിയാണ് അമ്മയുടെ ഭർത്താവും മനുഷ്യനും. പക്ഷേ മണിസ്വാമി ഉൾക്കൊള്ളാൻ തുടർന്നുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ മണിസ്വാമി അവസാനം ഒന്നുമില്ലാതെ വിഷമിച്ചു അസുഖമായിട്ടിരിക്കുന്നു അറിഞ്ഞപ്പം ഈ അമ്മ നേരെ കൂട്ടിക്കൊണ്ടുവന്ന് പെരിയാറിലുള്ള ആ വീട്ടിൽ കൊണ്ടുവന്നു മണിസ്വാമിയുടെ അവസാന കാലം വരെ, മരണം വരെ നല്ല രീതിയിൽ പരിചരിച്ച് ശുശ്രൂഷിച്ചു. നോക്കിക്കൊള്ളണം. ആ അമ്മയുടെ സ്നേഹം, മാതൃസ്നേഹം, ഭർത്താവിനോട് സ്നേഹം, മകളോട് സ്നേഹം, എല്ലാവരോടും സ്നേഹം. വേറൊരു പ്രത്യേക ഇൻസിഡൻറ്റ് നമ്മുടെ ഒരു അമ്മ പറയുമായിരുന്നു. ഒരു സീരിയൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. സത്യമാഷും അമ്മ പൊന്നോച്ചിച്ചോട് അഭിനയിക്കുന്ന സീനിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡയറക്ടർ പോയിട്ട് സത്യമാഷത്ത് പറഞ്ഞു, ഇത് കാതിൽ പറഞ്ഞു. അപ്പോൾ കാതിൽ പറഞ്ഞപ്പോൾ സത്യമാഷ് നേരെ പൊന്നമ്മ ചേച്ചിയെടുത്ത് പറഞ്ഞത്രേ, പൊന്നു നമുക്ക് ഈ സീൻ നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ പൊന്നമ്മ ചേച്ചി പറയുകയാണ്, ഞാൻ ചെയ്ത് തെറ്റാണോ, എന്താണ്? അല്ല കുഴപ്പമില്ല, ഇപ്പോൾ എടുക്കാമല്ലോ. അല്ല ഇന്ന് വേണ്ട, നമുക്ക് നാളെ എടുക്കാം. ഇപ്പോൾ പൊന്നമ്മ ഇപ്പോൾ വീട്ടിൽ പോകും. സത്യമാഷ് പൊന്നു എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പൊന്നൂസെന്നൊക്കെ വിളിക്കും. ഇപ്പോൾ എന്താണെന്ന് അറിയുന്നില്ല, ഡയറക്ടർ പറയുന്നില്ല. ശരി. കുറച്ച് കഴിഞ്ഞ് അമ്മ മേക്കപ്പ് റൂമിൽ ഡ്രസ്സ് മാറ്റാൻ പോയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഈ വസ്ത്രത്തിൽ മുലപ്പാൽ. കാരണം രാവിലെ കുഞ്ഞിന് പാൽ കൊടുത്തിട്ട് വന്നതാണ്. അമ്മ ജോലിക്ക് വന്നതല്ലേ, അപ്പോൾ കുഞ്ഞിന് പാൽ കൊടുക്കേണ്ട സമയം മറന്ന് അപ്പോഴും
വസ്ത്രത്തിൽ മുഴുവൻ മുലപ്പാൽ വന്നതാണ്. ഈ ഡയറക്ടറെ കണ്ടിട്ട് അത് ഡയറക്ടർ നേരിട്ട് പറയാതെ രഹസ്യമായിട്ട് സത്യമാഷത്ത് പറയും. സത്യമാഷും പറയാതെ പറഞ്ഞപ്പോൾ ഇവർ മേക്കപ്പ് റൂമിൽ ഡ്രസ്സ് മാറാൻ പോയപ്പോഴാണ് അമ്മ നേരിട്ട് കാണുകയാണ് വസ്ത്രം കമ്പിളിൽ നനഞ്ഞിരിക്കുന്നു. നോക്കിക്കൊള്ളണം. അമ്മ തന്നെ പറഞ്ഞാണ് അറിവ്. അപ്പോൾ അതുപോലും അന്ന് ജോലിക്ക് വേണ്ടി വ്യാപൃതയായി കുടുംബത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട ഒരമ്മയാണ് കവിയൂർ പൊന്നമ്മ. ആ പൊന്നമ്മ ചേച്ചി നമ്മളെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോഴും ഭയങ്കര വേദന, മനസ്സിന് വേദന. എൻ്റെ കൂടെ ഇപ്പം എൻ്റെ നാഥൻ്റെ നെമ്മി എന്ന സിനിമയിലാണ് അമ്മ അഭിനയിച്ചത്. അത് തിലകൻ്റെ തിലകേട്ടൻ പറയുമില്ല, തിലകേട്ടൻ്റെ അമ്മയായിട്ട് ആണ് അഭിനയിച്ചിരിക്കുന്നത്. തിലകേട്ടനും പൊന്നോ ചേച്ചനും ദമ്പതികളായിട്ട് ഏറ്റവും കൂടുതൽ ചേർച്ചയുള്ളത്. പക്ഷേ എൻ്റെ ആ പടത്തിൽ ഇങ്ങനെയാണ് അഭിനയിച്ചത്. അപ്പോൾ ചേച്ചി പറയുമായിരുന്നു, പണ്ട് PJ ആൻ്റണി സംവിധാനം ചെയ്ത പെരിയാർ എന്ന സിനിമയിൽ തിലകൻ എൻ്റെ മകനായിരുന്നു എന്ന് പറഞ്ഞു. വ്യത്യസ്തമായ റോളുകളാണ് അമ്മ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ വേറെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 15-ാമത്തെ വയസ്സിലാണ് അമ്മ നാടകരംഗത്തെത്തിയത്. 4 വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ 21-ാമത്തെ വയസ്സിൽ സത്യം മാഷിൻ്റെയും മധുസാറിൻ്റെയും അമ്മയായി. 6 പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ അമ്മ വേഷങ്ങൾ തിളങ്ങി. 800 അതിലേറെ സിനിമകളിൽ വേഷമിട്ടു. തനിയാവർത്തനം, നഖക്ഷതങ്ങൾ, ഹിസ് ഹൈനസ് അബ്ദുള്ള, കിരീടം, ചെങ്കോൽ, ഭരതം, നന്ദനം, വടക്കുന്നാഥൻ തുടങ്ങിയ അമ്മ വേഷങ്ങളും തേന്മാവൻ കൊമ്പത്തിലെ യശോദാമ്മയും ഏറെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു. അങ്ങനെ എത്ര വേഷ പകർച്ചകളിലൂടെയാണ് ഇനിയും അനവധി. കിരീടത്തിലെ മോഹൻലാലിൻ്റെ അമ്മ, തനിയാവർത്തനത്തിലെ മമ്മൂട്ടിയുടെ അമ്മ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് സ്നേഹ നൊമ്പരങ്ങൾ നിറഞ്ഞ അഭിനയ മുഹൂർത്തങ്ങളായിരുന്നു. അസുരവിത്ത്, കൊടിയേറ്റം, ത്രിവേണി തുടങ്ങിയ ആദ്യകാല ചിത്രങ്ങൾ വളരെ വ്യത്യസ്ത കഥാപാത്രങ്ങളായിരുന്നു. അതിൽ ത്രിവേണിയിലെ കഥാപാത്രം അല്പം വില്ലനിസം ഉള്ളതായിരുന്നു. ചേച്ചിയുടെ ആരാധകർക്ക് ചേച്ചി അമ്മയായി കാണുന്നതാണ് ഏറ്റവും അധികം ഇഷ്ടം. ചേച്ചിയുടെ അവസാനത്തെ ചിത്രം എന്ന് പറയുന്നത് 3 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആണും പെണ്ണും എന്ന ചിത്രമായിരുന്നു. മേഘതീർത്ഥം എന്നൊരു സിനിമ അമ്മ നിർമ്മിച്ച ചിത്രമാണ്. മികച്ച സഹനടിക്കുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് 4 പ്രാവശ്യം അമ്മയ്ക്ക് ലഭിച്ചു. സാധുക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യണമെന്നുള്ള മുഖത്തോടെ അമ്മ നേരത്തെ പറയുമായിരുന്നു. അങ്ങനെയായിരുന്നു ഒടുവിൽ ആലുവ കേന്ദ്രീകരിച്ചിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അമ്മ സജീവമായിരുന്നു. അപ്പോൾ അതിനൊക്കെ അമ്മയ്ക്ക് വെച്ചാൽ സന്തോഷമേ ഉള്ളൂ. അമ്മ കുറച്ച് നായ്ക്കളെ വളർത്തും. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നായ്ക്കുട്ടികളെ. പിന്നെ മദ്രാസിൽ പോകുമ്പോഴത്തേക്ക് 8-10 നായ്ക്കളൊക്കെ ഉള്ള അമ്മയ്ക്ക് പൂച്ച, നായ്, പക്ഷികൾക്ക് പ്രത്യേകിച്ച് പേര് വിളിച്ചു കൊടുക്കും. അതറിയാമല്ലോ, നമ്മുടെ പരമനായ സാറിൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം അതിൽ ഓരോ മരങ്ങൾക്കും ഓരോ പേരല്ലേ, സംസാരിക്കുമല്ലോ. ഭർത്താവിൻ്റെ പേര് ഒരു മരത്തിന്, മക്കളുടെ പേരത്തിന്. അത്ര അമ്മ പറയുമായിരുന്നു, ഈ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പം എനിക്ക് എന്തൊക്കെയോ മനസ്സിലെന്തോ ഒരു വിങ്ങലായിരുന്നു. അങ്ങനെ ഓരോ പേരെടുത്തോരോ മരങ്ങളെടുത്ത് പറയും. അതായത് മരങ്ങൾക്കും സസ്യങ്ങൾക്കും വരെ ജീവനുണ്ട് എന്നുള്ളതാണ് അമ്മയുടെ വിശ്വാസം. അതാണ് പത്മനാഭ സാർ കറക്റ്റായിട്ട് അമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, MS സുബ്ബലക്ഷ്മിയെ പോലെ ഒരു ഗായികയാവണം എന്നുള്ള ആഗ്രഹം അവസാനം കൊണ്ടെത്തി എത്തിച്ചത് സിനിമയിൽ പാട്ടുകാരിയാവാനും ഒരു നടിയാവാനുമായിരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്ന് ചെന്നെത്തുന്നത് വേറൊന്ന്. എത്ര ആൾക്കാർ നമ്മുടെ സിനിമയിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഇന്നതാവണമെന്ന് ആഗ്രഹിച്ച് പോയാലും ആകുന്നത് മറ്റൊന്നായിരിക്കും. അത് സ്വാഭാവികം. അതും അമ്മ പറയുമായിരുന്നു. അമ്മ എങ്കിലും പിന്നീട് ഈ കച്ചേരിക്കൊക്കെ ഉള്ള ആൾക്കാർ നിർബന്ധിച്ചെങ്കിലും സാധകം തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അമ്മ അതിനുവേണ്ടി പോയില്ല. പിന്നെ എല്ലാം അഭിനയം തന്നെയായിരുന്നു. ഈ പ്രായമായപ്പോഴും ചില സമയത്ത് ശ്രീലത നമ്പൂതിരി ഇരുന്നിട്ട് ചേച്ചി ഒന്ന് പാടെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് സൗണ്ടൊന്നുമില്ല, നീ പാട് എന്ന് പറയും. ശ്രീലതയും നല്ലൊരു കച്ചേരിയൊക്കെ നടത്തുന്ന ആർട്ടിസ്റ്റാണ് ശ്രീലത നമ്പൂതിരി. അവർ ഹാസ്യവേഷങ്ങളാണ് ചെയ്തിരുന്നെങ്കിലും അവർ നല്ലൊരു ഗായികയും ഒക്കെ ആയിരുന്നു. ദക്ഷിണാമൂർത്തിയായിരുന്നു അവരുടെ ഗുരു. അതിപ്പം ഞാൻ പറഞ്ഞു പോകുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആകുന്നത് ആദ്യം ചിന്തിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഒന്ന്, ആയിത്തീരുന്നത് മറ്റൊന്ന്. എങ്കിലും സന്തോഷത്തോടെയാണ് അമ്മ ഇതെല്ലാം സ്വീകരിച്ചത്. കവിയൂർ തെക്കേതിൽ TP ദാമോദരൻ്റെയും ഗൗരിയമ്മയുടെയും ആദ്യ സന്താനമായി 1944 ജനുവരി 6 ജനിച്ചു. KPSC, പ്രതിഭ ആർട്സ് ക്ലബ്ബ്, കാളിദാസ കലാകേന്ദ്രം
എന്നീ നാടക സമിതികളിലും നടിയായും ഗായികയായും പൊന്നമ്മ ചേച്ചി തിളങ്ങി. കാളിദാസ കലാകേന്ദ്രത്തിലെ ഡാൻസ് മാസ്റ്റർ തങ്കപ്പൻ മാസ്റ്റർ പറഞ്ഞാണ് 18ാമത്തെ വയസ്സിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിൽ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ഭാര്യ അഭിനയിച്ചു. തങ്കപ്പൻ മാസ്റ്റർ നിങ്ങൾക്ക് അറിയാമല്ലോ. തങ്കപ്പൻ മാസ്റ്റർ ശിഷ്യനായിരുന്നു നമ്മുടെ കമലഹാസൻ. തങ്കപ്പൻ മാസ്റ്റർ ശിഷ്യനായിരുന്നു. നമ്മുടെ രഘു, കമലഹാസൻ, ഇവിടെ രഘു എന്ന് പറയുന്നത് ഇവിടെ മദനോത്സവത്തിലൊക്കെ ഡാൻസ് മാസ്റ്റർ. മദനോത്സവത്തിൽ രഘുവിനെ റെക്കമെൻഡ് ചെയ്തത് കമലഹാസനാണ്. അപ്പോൾ കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ഒരു പുരാണ ചിത്രമാണത്. അറിയാമല്ലോ, ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ ആ മണ്ടോദരി എന്ന കഥാപാത്രമാണ് ചേച്ചി അഭിനയിച്ചത്. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൻ സായികുമാരൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കേണ്ട ഭാഗ്യം കിട്ടുന്നുള്ളതാണ്. അതാണ് ചേച്ചി പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്. അങ്ങനെ എത്ര വേഷപ്പകർച്ചകൾ, എത്ര വേഷഭാവങ്ങൾ, അതൊക്കെ ചെയ്യാനൊരു മടിയില്ല എന്നുള്ളതാണ് ഈ ചേച്ചിയുടെ പ്രത്യേകത. 1964 സംഗീത അധ്യാപകനായ LPR വർമ്മ കുടുംബിനി എന്ന ചിത്രത്തിൽ പാടാൻ അവസരമൊരുക്കി. ശശികുമാർ ആയിരുന്നു ആ ചിത്രത്തിൻ്റെ സംവിധായകൻ. 2 മക്കളുടെ അമ്മയായിട്ടാണ് അന്ന് പൊന്നമ്മ ചേച്ചി അന്ന് ആ ചിത്രത്തിൽ അഭിനയിക്കുമ്പം അവർക്ക് വയസ്സ് 19. തൊട്ടടുത്ത വർഷം തൊമ്മൻ്റെ മക്കൾ, അതിൽ സത്യമാഷയുടെയും മധുവിൻ്റെയും അമ്മയായി. പിന്നീട് പുഷ്പാഞ്ജലി, പ്രേംനസീർ സാറിൻ്റെ അമ്മ. മലയാളത്തിൽ അമ്മ വേഷത്തിൻ്റെ പിറവി. പിന്നീട് 6 പതിറ്റാണ്ടുകൾ, 800-ലേറെ ചിത്രങ്ങൾ, 50ഓളം ചിത്രങ്ങളിലാണ് മോഹൻലാലിൻ്റെ അമ്മയായിട്ട് പൊന്നമ്മ ചേച്ചി അഭിനയിച്ചത്. നോക്കിക്കൊള്ളണം, അതൊരു മഹാഭാഗ്യമല്ലേ. അതല്ലേ ഒരിക്കൽ ലാൽ പറയുകയുണ്ടായി, ഈ അമ്മയുടെ വയറ്റിൽ പിറകാത്ത മോനാണ് ഞാൻ. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അമ്മ പല ഇൻ്റർവ്യൂവിൽ പറയുമല്ലോ ഈ ചാനലിൽ, ആരാണ് ഏറ്റവും കൂടുതൽ മോനായിട്ട് അഭിനയിക്കുന്നതിൽ അമ്മയ്ക്ക് ഇഷ്ടം എന്ന് വയ്ക്കുമ്പം തുറന്നു പറഞ്ഞു അത് മോഹൻലാലാണ്. കാരണം മോഹൻലാലിൻ്റെ അമ്മയും പൊന്നമ്മ ചേച്ചിക്കും ലുക്കിലും വണ്ണത്തിലൊക്കെ ഒരു സാദൃശ്യമുണ്ട്. അപ്പോൾ അത് ഭയങ്കര ചേർച്ച തന്നെയായിരുന്നു. അത് തീർച്ചയായിട്ടും ആദ്യകാലങ്ങളിൽ നസീർ സാറിൻ്റെ അമ്മയായിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെട്ടത്. പിൽക്കാലത്ത് വന്നപ്പോഴാണ് പിന്നീട് എത്ര പേരുടെ അമ്മയായിട്ട്, മമ്മൂട്ടിയുടെ അമ്മയായിട്ട് വന്നു. ആരുടെ അമ്മയായിട്ട് വന്നാലും അമ്മ ശോഭിക്കും. എങ്കിലും മോഹൻലാലിൻ്റെ അമ്മയായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു രസമാണ് കാണാൻ, ഭംഗിയാണത്. അമ്മ തന്നെയാണ് എന്ന് മാറ്റി പറയാൻ നമുക്ക് പറ്റില്ല. കേശവദേവൻ്റെ ഓളെ ചിത്രത്തിൽ അഭിനയിക്കുമ്പം സത്യം മാഷ് ഒരു റിക്ഷ തൊഴിലാളിയാണ്. അപ്പോൾ ഈ കൊല്ലത്താണ് ഷൂട്ട് ചെയ്തത്. അദ്ദേഹം ഓടയിൽ റിക്ഷാവണ്ടി വലിച്ചുകൊണ്ട് പോകുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഓടയിലുള്ള റിക്ഷാവണ്ടി, അന്ന് കൈവണ്ടിയാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്, ഞാൻ നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരെ കണ്ടു കാണും. ഈ തട്ടിയിട്ട് കൊച്ചു ഓടയിൽ വീഴും. അതാണ് ഓടയിൽ നിന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. അതിൻ്റെ അമ്മയാണ് ഈ പൊന്നമ്മ ചേച്ചി. പിൽക്കാലത്ത് ആ കുട്ടി KR വിജയ അഭിനയിച്ചു. നസീർ സാറ് പ്രേംനസീറായിരുന്ന കാമുകൻ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ആ വീടിനൊരു രക്ഷിതാവായിട്ട് മാറുമ്പോൾ ഈ കുട്ടിയുടെ അമ്മയ്ക്ക്, അതായത് പൊന്നമ്മ ചേച്ചിക്ക് ചെറുതായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടം തോന്നും. ഇഷ്ടം പോകുമ്പോൾ അടുത്തുള്ള ആൾക്കാരെല്ലാം കുളക്കടവിലൊക്കെ വെച്ച് കളിയാക്കും കേട്ടോ. സത്യം മാഷ് എന്ന് പറയുന്ന പപ്പു താമസിക്കുന്നത് ഒരു ഔട്ട് ഹൗസിലാണ്. അപ്പോൾ ഇവർ രാവിലെ കുളിക്കാനൊക്കെ പോകുമ്പം അന്നത്തെ കാലത്ത് ഈ ബാത്റൂമിലല്ലോ, കുളക്കടവാണല്ലോ. അപ്പോൾ അതിൽ പാട്ടുണ്ട്, അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി, കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ. കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. ഞാൻ പാടിയാൽ പ്രശ്നമാവും. അപ്പോൾ അതിലാ പാട്ടിൽ പൊന്നോച്ചിരി ശൃംഗാര ഭാവം ഒന്ന് കാണണം. ഇത് രസമാണ്. അതുപോലെ ഞാൻ പറയും, നേരെ ത്രിവേണിയിൽ സത്യം മാഷ് പണക്കാരൻ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോഴത്തേക്കും പിന്നെ അവർ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് സൂപ്പർവൈസർ പറയുമ്പോൾ സൂപ്പർവൈസർ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നില്ല, ലുങ്കി തട്ടിക്കുടഞ്ഞിട്ട് ഒരു പോക്കൊക്കെ ഉണ്ടോ എന്താ. ആ വേഷം അത് എന്താ വെച്ചാൽ ശൃംഗാരഭാവം പോലെ തന്നെയാണ് ധാർഷ്ട്യഭാവവും സ്നേഹത്തിൽ പോയിട്ടുള്ള മക്കളുള്ള ദേഷ്യവും. അതെല്ലാം പൊന്നമ്മ ചേച്ചിയിൽ നിന്ന് ഇനി അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ അമ്മ ഇനിയും നമുക്ക് എത്ര നാൾ വേണ്ടിയിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചു. സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച 9 ഭൗതിക ശരീരം കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് കൊണ്ടുവന്നു. സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ മിനിസ്റ്റേഴ്സ് P. രാജീവ്, മുഹമ്മദ് റിയാസ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ,
പിന്നെ BJPയുടെ നേതാവ് കെ. സുരേന്ദ്രൻ, പിന്നെ നമ്മുടെ ചരിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, പിന്നെ ഞങ്ങളുടെ പഴയ നിർമ്മാതാവ് ഈരാളി, അതുകൊണ്ട് എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട്. ഞാൻ ഈ 2 പേരെ പറയാൻ കാരണം അദ്ദേഹം സജീവമായിട്ട് എല്ലാത്തിലും പങ്കെടുക്കുന്ന നല്ലൊരു നിർമ്മാതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രത്തിലാണ് ഞാൻ നദി മുതൽ നദി വരെ, അതിൽ മമ്മൂട്ടി സോമേട്ടനൊക്കെ ഉണ്ട്. ഞാനൊരു അസോസിയേറ്റ് ആയിരുന്നു. അത്ര അടുപ്പം ഞാൻ പറയാൻ പറ്റുന്ന കൂട്ടത്തിൽ പറയുമായിരുന്നു. എൻ്റെ നാഥൻ്റെ നിമ്മിലെ അമ്മ അഭിനയിച്ചിട്ടുള്ളൂ. സത്രത്തിൽ രാത്രിയിൽ അമ്മയുടെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. പത്മനാഭ സാറിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. പിന്നെ ഒട്ടനവധി സിനിമകളിലോട്ട് ഞാൻ ഇൻ്റർവ്യൂ നടത്താൻ പോയതല്ലാതെ തന്നെ ഞാൻ അസോസിയേറ്റ് പ്രസിഡൻ്റായിട്ടൊക്കെ അഭിനയിച്ച ഒട്ടേറെ ചിത്രങ്ങളിൽ അമ്മയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകും. പല ഷൂട്ടിങ്ങിൽ പോകുമ്പോൾ കാണും. സത്രത്തിൽ രാത്രിയിൽ അമ്മ അഭിനയിച്ചതുണ്ടായിരുന്നു. ഒരു ലേഡീസ് ഹോസ്റ്റലിൻ്റെ മേട്ടനായിട്ടായിരുന്നു അമ്മ അഭിനയിച്ചത്. എണ്ണി പറയുകയാണെങ്കിൽ ഒത്തിരി എനിക്ക് എൻ്റെ കൂടെ അമ്മ അഭിനയിച്ചതിലുപരി അവരുമായിട്ടുള്ള ഭയങ്കര സൗഹൃദമായിരുന്നു. സൗഹൃദം വെച്ചാൽ ഈ മണിസ്വാമിയായിട്ട് പിരിഞ്ഞ ശേഷം അവരിടയ്ക്ക് നമ്മുടെ ഈ പത്രപ്രവർത്തകനായ TH കോടമ്പയുടെ വീട്ടിൽ വരും. അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മയുടെ ഒരു സുഹൃത്താണ്. അവിടെ ഇരുന്നാണ് ഞാൻ മുമ്പ് പലതും എഴുതുന്നതും. ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ അസോസിയേറ്റ് ആയിരിക്കുമ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിരുന്ന് എഴുതാൻ പോകുമായിരുന്നു. അപ്പോഴൊക്കെ ചേച്ചി അവിടെ വരും, സംസാരിക്കും. അതിന് ഒരു 5 വീട് അപ്പുറത്താണ് നമ്മുടെ സുകുമാരൻ വാടകയ്ക്ക് താമസിക്കുന്നത്. അടുത്ത ആ സിനിമകളുടെ ഏരിയകളായിരുന്നു. ഇനിയിപ്പം അമ്മയെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറഞ്ഞ് കാടുകയറി പോകുന്നില്ല. ഇനിയൊരു അവസരത്തിൽ പൊന്നമ്മ ചേച്ചിയുടെ സ്മരണാദിനം ഉണ്ടാവുമല്ലോ, അന്ന് വിശാലമായിട്ട് പറയാം. വീണ്ടും ആ ഉസ്മാൻ റോഡിൽ TH കോടമ്പുഴ എന്ന പത്രപ്രവർത്തനോടൊപ്പം കണ്ട് ആദ്യം മണിസ്വാമിയായിട്ട് സന്തോഷമായിട്ടിരുന്ന് ജീവിച്ച് കണ്ട ആ നിമിഷം മുതൽ ഈ അവസാന നിമിഷം വരെ അമ്മ എൻ്റെ മനസ്സിൽ ഒരു ചലച്ചിത്ര കാവ്യം പോലെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി എവിടെ കാണാൻ? എപ്പോഴും അമ്മ, ഈ അമ്മ എൻ്റെയും നിങ്ങളുടെയും എല്ലാ ചലച്ചിത്ര പ്രേമികളുടെയും മനസ്സിലുണ്ട്. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വീണ്ടും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു, ഇത് അധികം നീണ്ടുപോയി എങ്കിലും പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ലൈക്ക് ചെയ്യണേ, അത് മറക്കരുത് കേട്ടോ. നമസ്കാരം.